അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പ്ലം കേക്കാണ്. നിങ്ങൾ എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോ കാണാമല്ലോ. കേക്കിന് ആവശ്യമായ സിറപ്പ് നമുക്ക് ആദ്യം തന്നെ തയ്യാറാക്കാം. 1/4 കപ്പ് ഷുഗറും 2 ടേബിൾ സ്പൂൺ വാട്ടറും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ആക്കുക. ഇതിപ്പോൾ കുറച്ചൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഗോൾഡ് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 കപ്പ് വാട്ടർ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് സിറപ്പ് മാറ്റി വെക്കാം. കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ നമുക്ക് ആദ്യം തന്നെ ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. 1 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി 3 പ്രാവശ്യം ഇത് അരിച്ചെടുക്കണം. ഇതിലേക്ക് വേണ്ട സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കഷ്ണം പട്ടയും 2 ഏലക്കയും 1 കഷ്ണം ജാതിക്കയും കുറച്ച് ചുക്കുപൊടിയും ഈ 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് ഇട്ട് നല്ലവണ്ണം അടിച്ചെടുക്കാം. ഒരു മിക്സി ജാറിലേക്ക് 3 മുട്ടയും 1/2 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ ഹണിയും നമുക്ക് ചേർത്തിട്ട് നല്ലവണ്ണം അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ നട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് കാഷ്യൂ നട്ടും പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും. അത് ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയതാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അരിച്ച് വെച്ച പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലവണ്ണം മിക്സ് ആക്കാം. ഷുഗറും എഗ്ഗും മിക്സ് ആക്കിയ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. പിന്നെ മാറ്റി വെച്ച ഷുഗർ സിറപ്പ് നല്ല ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതും മിക്സാക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പഴയ ഒരു ചട്ടി നല്ലോണം പ്രീഹീറ്റ് ചെയ്യുക. അതിൻ്റെ മേൽ നമുക്ക് നമ്മുടെ ഈ പാൻ ഇറക്കി വെക്കാം. 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. ഞാൻ കേക്ക് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി, സോറി. നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അതിനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഇതിലിട്ട എല്ലാ സ്പൈസസും എനിക്ക് അതിൻ്റെ രുചി അറിയുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ, ടേക്ക് കെയർ.